ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റേണിറ്റി കം ഫീഡിങ് കുർത്തിയാണ്. കൂടുതൽ പ്ലീറ്റ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടെ 2 സിബും നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള 2 സിബും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ്. യോക്ക് പോർഷനാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് താഴ്ഭാഗത്തേക്കുള്ള പോർഷൻ കട്ട് ചെയ്യുന്നത്. ഒരറ്റത്ത് നിന്നും ഇതുപോലെ 2 ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ചിട്ട് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടോട്ടൽ വീതി വരുന്നത് 34 ഇഞ്ചാണ്. ചെസ്റ്റ് സൈസ് അനുസരിച്ചിട്ട് വേണം ഇതുപോലെ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കാൻ. ചെസ്റ്റ് സൈസ് വരുന്നത് 36 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം കാണണം. അപ്പോൾ 9. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം. കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 11.5 ഇഞ്ചിലാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കേണ്ടത്. മേൽഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ നോക്കാം. 13 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 6.5 ഇഞ്ചിലാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നും താഴേക്ക് ആം ഹോൾ 6.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് സൈസ് നോക്കാം. 36 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9 ഇഞ്ച് കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മേലെ നിന്ന് വേസ്റ്റ് ലെങ്ത്ത് നോക്കാം. 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. ഇനി നമുക്ക് ആ ഭാഗത്തെ വണ്ണം നോക്കാം. 32 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 8 കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഈ 2 പോയിന്റുകൾ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ നിന്നൊരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് നോക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുക്കുന്നത് 5.5 ഇഞ്ച് ലെങ്ത്തും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചുമാണ്. എന്നിട്ട് ഇതുപോലെ 2 ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു യു ഷേപ്പാണ് കൊടുക്കുന്നത്. ആം ഹോൾ കർവ് വെച്ചിട്ട് നെക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ അവിടെ നമുക്ക് ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്കാണ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോളും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആം ഹോളും ബാക്ക് നെക്കുമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഈ കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ചിട്ട് താഴത്തെ പോർഷനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ്. അതിൽ നമ്മൾ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു 13.5 ഇഞ്ച് കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടം പോർഷൻ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ 42-ൽ നിന്ന് 13.5 നമ്മൾ കട്ട് ചെയ്ത 13.5 മൈനസ് ചെയ്തെടുക്കണം. അപ്പോൾ 28.5 നമുക്ക് കിട്ടുക. 28.5 ഇഞ്ചാണ് നമുക്ക് ബോട്ടം പോർഷനിൽ കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി യോക്ക് പോർഷൻ്റെ താഴ്ഭാഗത്തെ വീതി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 22 ഇഞ്ചാണ്.
അതിൻ്റെ ഇരട്ടിയെങ്കിലും തുണി നമുക്ക് വേണം താഴത്തെ ഭാഗത്ത്. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 44 ഇഞ്ച് മിനിമം നമുക്ക് വേണം. ഇനി സിബ് അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഫ്രണ്ടിലെ യോക്ക് പോർഷൻ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല. ഈ 4.5 എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ 2 ബ്രസ്റ്റിൻ്റെ പോയിൻറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് ആദ്യം നമുക്ക് മെഷർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3.5. എന്നിട്ട് അതിൻ്റെ കൂടെ 1 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലെ നിന്ന് 7 ഇഞ്ചിൽ നമുക്ക് സിബ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി താഴെ നമ്മുടെ യോക്ക് പോർഷൻ്റെ ലെങ്ത്തിനനുസരിച്ച് കൊടുക്കാം. 13.5 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 14.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 13.5 വരെ നമുക്ക് കൊടുക്കാം. ഇനി ഈ പോയിന്റ് നമുക്ക് യോക്ക് പോർഷൻ്റെ നല്ല ഭാഗത്ത് 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ കൈവണ്ണാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നിന്നും നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ 1.5 ഇഞ്ച്, അവിടം വരെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ 8.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 1 സൈഡാണ് 8.5 കിട്ടിയിട്ടുള്ളത്. റൗണ്ടായിട്ട് നോക്കുമ്പോൾ 17 ഇഞ്ചാണ് നമുക്ക് നമ്മുടെ കൈവണ്ണം വരുന്നത്. ഇനി നമുക്ക് ഒരറ്റത്തുനിന്ന് ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരറ്റത്ത് നിന്ന് നമുക്ക് 8.5 ഇഞ്ചിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ 2 ആക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ മടക്കി 4 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. മടക്ക് വശം വരുന്ന ഭാഗത്താണ് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ചാണ്. ഇനി ഇതാണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മേൽഭാഗത്താണ് ഓപ്പൺ സൈഡ് വരുന്നത്. ഇതിൻ്റെ വീതി നമുക്കറിയാം 34 ഇഞ്ചാണ്. ഇനി നമുക്ക് ലെങ്ത്ത് വേണ്ടത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. 28.5 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. അപ്പോൾ 29.5. അപ്പോൾ 30 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ബോട്ടം പോർഷൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് 30 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്ത് 30 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് മടക്ക് വശം ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ദേ പ്ലീറ്റ്സിനുള്ള 2 പീസും കിട്ടിയിട്ടുണ്ട്. യോക്കിൻ്റെ വിടുത്ത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തേക്ക് അതിൻ്റെ ഇരട്ടി തുണിയാണ് വേണ്ടത്. എന്നാലാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ. ഇതുപോലെ 2 സൈഡിലും ഈക്വലായിട്ട് വെച്ചിട്ട് യോക്കും ബോട്ടം പോർഷനും ഈക്വലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത് 44 ഇഞ്ചാണ്. എന്നാൽ ഇത് 34 ഇഞ്ച് വരുന്നുള്ളൂ. 10 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിനനുസരിച്ചുള്ള പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കൂടുതൽ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇത് പാൻറ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയലാണ്. നൈറ്റി ബിറ്റ് തന്നെയാണ്. നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 മീറ്റർ മതിയല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പ്ലീറ്റ്സ് കിട്ടും. ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാം.
ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിന് വീതി വരുന്നത് 34 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു, അതായത് വീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. 34ൻ്റെ പകുതി 17 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തു. ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 30 ഇഞ്ച്. 10 ഇഞ്ചാണ് വേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 17 ഇഞ്ച് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. സിബ് നമ്മൾ കൊടുക്കുന്നത് താഴെ നിന്നും മേലേക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത്രയും ലെങ്ത്തിലാണ് നമുക്ക് സിബ് ആവശ്യമുള്ളൂ. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇനി സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് 3 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമുള്ള 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 2 പീസിൻ്റെയും സെൻട്രലായിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ മോശം ഭാഗത്താണ് വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് യോക്ക് പോർഷനിൽ കൊടുത്ത മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതേ മെഷർമെൻറ്റ് തന്നെ ഈ ലൈനിലും നമുക്ക് കൊടുക്കാം. ഇനി ഈ ലൈനിൻ്റെ 2 സൈഡിലായിട്ടും ഓരോ ലൈനും കൂടി നമുക്ക് കൊടുക്കണം. സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ലൈനിൻ്റെ ഒരു സൈഡിലേക്ക് 1 പോയിൻറ്റും മറ്റേ സൈഡിലേക്ക് 1 പോയിൻറ്റും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 3 ലൈനും കൂടിയിട്ട് 4 ഇഞ്ച് ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണ്ടില്ലേ, ഈ 3 ലൈനും കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് വരുന്നത്. ഇത് ഈ മെഷർമെൻറ്റ് തന്നെ നമുക്ക് മറ്റേ പീസിലും കൊടുക്കാം. ഇനി 2 പീസിൻ്റെയും 2 സൈഡ് നമുക്കൊന്ന് 4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 2 പീസും ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് കൊടുക്കാം. സെൻറ്റർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം കൊടുത്ത സെൻറ്ററിൽ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ കട്ടിങ് ലൈനാണ്. ശേഷം നമുക്ക് ചുറ്റിലും ഇതുപോലെ പിൻകുത്തി കൊടുക്കാം. ഫൂട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 സൈഡ് ഫൂട്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഈ 3 ലൈനാണല്ലോ ഇതിലുള്ളത്, 1ഉം 3ഉം ലൈനിലൂടെ ബോക്സ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. രണ്ടാമത്തെ ലൈൻ, അതായത് സെൻറ്റർ ലൈനിൽ നമുക്കൊന്നും ചെയ്യണ്ട. ഒരു സൈഡിൽ നിന്ന് നമുക്ക് കെട്ടിട്ട് കൊണ്ട് തുടങ്ങാം. ചുളിവുകളൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് 1ഉം 3ഉം ലൈനിലൂടെ നമുക്ക് ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് തുണി നമുക്കിതുപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൂചി താഴ്ത്തി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമ്മൾ സൂചി കുത്തി നിർത്തുക, ഫൂട്ട് പൊന്തിക്കുക. എന്നിട്ട് ഈ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് താഴ്ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊണ്ട് നിർത്താം. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ലൈൻ, അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ എഡ്ജിലെത്തുമ്പോൾ 2 സൈഡിലേക്കും വി പോലെ നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡിലും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയാണ് കിട്ടുക. സൈഡ് എല്ലാം നമുക്കൊന്ന് 4 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. താഴെ നിന്ന് മേലേക്കാണ് നമ്മൾ സിബിൻ്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത്. സിബിനെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സിബിൻ്റെ പല്ല് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം മാത്രമാണ് നമുക്ക് വെളിയിലേക്ക് കാണാൻ പറ്റുന്നത്. അതിനെ നമുക്ക് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് 2 അറ്റങ്ങളും ഇതുപോലെ ഒന്നിച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കാം അതിൻ്റെ പല്ല് വരുന്ന ഭാഗം എവിടെയാണെന്ന്. എന്നിട്ട് പല്ലിൻ്റെ അടുത്തു കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ 2 ഭാഗങ്ങളും കൂട്ടിപ്പിടിച്ചിട്ട് സൈഡിലൂടെ ബോക്സ് പോലെ തന്നെ, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുറ്റിനും നമുക്ക് പിൻകുത്തി കൊടുക്കാം. അതാവുമ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ 2 അറ്റവും കൂട്ടിപ്പിടിച്ചിട്ട് വേണം പിൻകുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ സിബിനെ വെളിയിലേക്ക് കാണില്ല.
താഴത്ത് സിബിൻ്റെ 2 സൈഡും ഒരുമിച്ച് വെച്ച് പിടിച്ചു കൊടുക്കണം. അതായത് ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ 2 സൈഡിലേക്കായിട്ട് ഓപ്പണായി പോകും. സിബിൻ്റെ ഈ ഹാൻഡിലുണ്ടല്ലോ, അത് വെളിയിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട്. ഈ 2 ഭാഗവും ഇതുപോലെ കൂട്ടിപ്പിടിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. കെട്ടിട്ടുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ശ്രദ്ധിച്ച് ചുളിവുകളൊന്നും വരാതെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 2 സൈഡും ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കുക. അതിൻ്റെ പല്ലിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹാൻഡിലിൻ്റെ ഭാഗത്തുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മേലേക്ക് ആക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ സിബ് വെളിയിലേക്ക് കാണില്ല. കണ്ടില്ലേ, ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് സിബിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഉൾഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മെയിൻ പീസിൽ കൊള്ളാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മെയിൻ പീസിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് നീറ്റായിട്ട് കിട്ടും. മറ്റേ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മേൽഭാഗത്ത് നമുക്ക് ബാക്കി വന്നിട്ടുള്ള സിബിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അവിടെയും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സിബിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ദേഹത്ത് കൊള്ളുമ്പോൾ ചിലപ്പോൾ ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസ് വെച്ച് ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം യോക്ക് പീസിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് 2 നല്ല ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്ത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.